സ്വരമാധുരി കൊണ്ട് മനം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക വൈഷ്ണവി കുട്ടി എത്തുന്നു. വെൽക്കം വൈഷ്ണവി ഓൺ സ്റ്റേജ്. ഞാനിന്ന് ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ പാടാൻ പോകുന്നത് ഔസേപ്പച്ചൻ സാർ, ഗിരീഷ് പുത്തഞ്ചേരി സാർ കൂട്ടുകെട്ടിൽ പിറന്ന് സുജാത മാമും പി ജയചന്ദ്രൻ സാറും കൂടി പാടി 2003 ഇറങ്ങിയ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമയിലെ മാവാവോ മാവേ വന്നും മകൾ സമ്മാനം, ഈ പാട്ടാണ്. ഞാൻ ഗ്രൂമിങ് സെക്ഷനിലൊക്കെ നല്ലോണം പാടും, പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ പോയി നല്ലോണം അടിച്ചു പൊളിച്ച് പാടിത്തരാം. എന്താണ് പാട്ട്? ഔസേപ്പച്ചൻ സാർ റൗണ്ടില് വാവാവോ വാവി വന്നും മകൾ സമ്മാനം. നേരത്തെ മറ്റേ ഓറഞ്ച് കൂട്ടി ഇട്ടുകൊണ്ട് വന്ന അത് സെയിം ഡ്രസ്സാണല്ലോ. അല്ല, കടം വാങ്ങിച്ചാണോ? ജെനി ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് ഒരു വയലറ്റ് കളറാണ്. അല്ല, ഇത് അതുമല്ല ഒരുപോലെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അങ്ങോട്ട് മാറ്റിയിട്ടാണ്. ഇല്ല, അപ്പൊ ധൈര്യമായിട്ട് പാടും, നല്ല കോൺഫിഡൻസ് ആയിട്ട്. കാറ്റൊന്നും വരരുത് കേട്ടോ, ഞാൻ അടി തരും. കാറ്റ് വരരുത്, നല്ല ക്ലീൻ ആയിട്ട്, ഒരുപാട് പ്രഷറൈസ് ചെയ്യാതെ നല്ല സ്മൂത്ത് ആയിട്ട് പാടും. ഓക്കേ? All the best. Thank you. മാവാവോ മാവേ വന്നും മകൾ സമ്മാനം, ഇങ്ങ് തരാനേലേ തങ്കനിലാക്കിന്നം, കുനുകുനി ചെറുമറുകിൽ ചാത്താം ചന്ദനം, പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം, ഇങ്ങ് തരാനേലേ തങ്കനിലാക്കിന്നം, കുനുകുനി ചെറുമറുകിൽ ചാത്താം ചന്ദനം, പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ.
വൈഷ്ണവിക്കുട്ടി എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. കാരണം നല്ല പവർഫുൾ വോയിസ് ആയിരുന്നു. പിന്നെ നല്ല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ നല്ല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു, കുറേ സ്ഥലങ്ങൾ. പിന്നെ ഈ തൂമിന്നൽ തട്ടാൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. അതെന്താ അങ്ങനെ എടുക്കുന്നത്? അവിടെ എടുക്കാനുള്ള സ്ഥലമില്ലല്ലോ മോളെ. അത് തൂമിന്നൽ തട്ടാൻ എന്ന് പറയുന്നത്, തൂമിന്നൽ തട്ടാൻ വരുമ്പോഴത്തേക്ക് തട്ടാനെ വെളിയിൽ നിർത്തി കളഞ്ഞു. പാവമല്ലേ തട്ടാൻ. ആ തട്ടാനെ കൂടെ അകത്ത് കയറ്റിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. പിന്നെ ഈ റൂവിനോട് വല്ല ദേഷ്യമുണ്ടോ? റൂ റൂ ഒരിക്കലും അത് റൂ ആയിട്ട് പറയത്തില്ല. അതായത് ചെറുമറുകിൽ എന്നുള്ള ചെറുമരികിൽ പാടിക്ക്. ഇപ്പം കറുമുറാന്നായി കളഞ്ഞ്. നേരത്തെ പാടിയപ്പോഴത്തെ ചെറുമരികിൽ എന്ന് പാടി. അതുപോലെ തന്നെ ഇവിടെ നറുവെണ്ണ കുടമല്ലേ, അത് പാടിക്ക്. ഫസ്റ്റ് ലൈൻ ഇതാണ്, ഒരു കുഞ്ഞിക്കാലം. ഇപ്പം നറുവെണ്ണന്നോ മറ്റേ നരുവെണ്ണ കുടമല്ലേന്നോ. അപ്പൊ ഈ പറയുമ്പോഴത്തേക്ക് ഏറ്റവും കയറ്റി പിടിക്കും, നറുവെണ്ണ കുടമല്ലേ. അത്രയും വേണ്ട, നറുവും വേണ്ട, അത് നറുവെണ്ണ കുടമല്ലേ, അത്രയും പാടിയാൽ മതി കേട്ടോ മോളെ. ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് കൊള്ളാം, വലിയ കുഴപ്പമില്ല. ഈ പല സ്ഥലങ്ങളിൽ ഈ അക്ഷരങ്ങൾ കട്ട് ചെയ്തു എന്നൊരു ഒരു കംപ്ലൈൻറ്റ് എനിക്കുണ്ട്. കാരണം ചെയ്യേണ്ടടുത്ത് ചെയ്തിട്ട് അത് സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ സുഖമാണ്. ഫോർ എക്സാമ്പിൾ ഈ തട്ടാൻ തന്നെ, അതൊന്നുകൂടെ പാടിക്കാം. അവിടെ പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ. ആ തട്ടാൻ എത്തുന്നില്ല, തട്ടാൻ വരെ എത്തട്ടെ. തട്ടാൻ എന്ന് പറഞ്ഞ ആരാണ്? കാത് കുത്തുന്ന ആളാണോ തട്ടാൻ? ആണോ? ആണോ? അതെ അതെ. അതെയോ? തട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണപ്പണിക്കാരനല്ലേ? അല്ല, കാതൊക്കെ കുത്തി തരുന്ന ആളാണ്. മീനുട്ടിക്ക് തട്ടാനാണോ കാത് കുത്തി? ആണോ? ആശുപത്രി പോയല്ലേ ചെയ്തേ? അല്ല, കേട്ടിട്ടില്ലേ? ആര് കേട്ടു? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടില്ല. തട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ സ്വർണ്ണം ഇങ്ങനെ പണിഞ്ഞ് മാലയൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ പേരാണ് തട്ടാൻ. അങ്ങേര് കാതും കൂടെ കുത്തുമായിരിക്കും, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അതല്ലാതെ തട്ടാന് കാതുകുത്ത് മാത്രമാണ് ജോലി എന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് തട്ടാനും ഇഷ്ടമല്ല. ആണോ? അങ്ങനെയാണ് കറക്റ്റായിട്ട് ആ എൻ്റെ വരെ തട്ടാൻ്റെ എൻ്റെ വരെ കൊണ്ടുപോകാം. പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ. ആ നല്ലൊരു കൈ കൊടുത്ത കുഞ്ഞിന്. തട്ടാനെ ഇപ്പോഴാണ് പിടിച്ചത്. ടോട്ടലി നന്നായിരുന്നു മോളെ, കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ ദേവികുട്ടീസ്, എന്തോ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ആ നല്ല രസമായിരുന്നു. നമ്മുടെ മീനുട്ടി പറയുന്ന പോലെ നല്ല രസമായിട്ട് പാടി. ഒരുപാട് ഭാഗങ്ങൾ ഭയങ്കര സൂത്തിങ് ആയിരുന്നു കേൾക്കാനായിട്ട്. ഒന്ന് രണ്ട് സജഷൻസ് മാത്രമാണ് നമുക്ക് പറയാം. ഒന്ന്, നമ്മൾ ഈ ശ്വാസമില്ലേ, നമ്മളിവിടെ ഓക്സിജൻ എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം നേരത്തെ. അപ്പോൾ ഓക്സിജൻ എടുക്കുമ്പോഴത്തേക്കും ആ ഓക്സിജൻ എടുക്കുന്ന ശബ്ദം നമ്മൾ മൈക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ ഉള്ള ആ അതുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് മൈക്ക് നമ്മുടെ തലയൊന്ന് കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. പലവിൽ അങ്ങനെ പാടി. ശ്വാസം എടുക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ O2 എന്ന് പറയും. O2 എന്ന് പറഞ്ഞത് O2 എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ കെമിസ്ട്രിയിലുള്ള H2O എന്ന് പറഞ്ഞ എന്താ? എത്ര ക്ലാസ്സിൽ? 7th പഠിച്ചിട്ടില്ലേ അല്ലേ? അപ്പൊ പഠിപ്പിക്കുമായിരിക്കും കേട്ടോ. അപ്പൊ O2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. അപ്പൊ ഞാൻ O2 എന്ന് പറയും. അവിടെയൊക്കെ ശ്വാസം എടുക്കണം. ശ്വാസം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? മൈക്ക് മാറ്റണ്ട. ഓക്കെ. O2 O2 ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ. ഈ തട്ടാനെ നമുക്ക് പിടിക്കണമെങ്കിൽ ചേട്ടൻ പറഞ്ഞത് അതിനു മുമ്പേ ഒരു ഗംഭീര ഓറ്റ വെച്ച് കിട്ടിയില്ല, എന്നാലേ കിട്ടുള്ളൂ. അതിനു മുമ്പേ ഒരു ഗംഭീര ഓറ്റ എടുത്ത് ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ. അങ്ങനെ ഇപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ വില്ലൻ ആരാണ്? അല്ല, O2 ഇടയ്ക്കിടയ്ക്ക് അടി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പോയി. ഇപ്പൊ കണ്ടോ, ഇപ്പൊ പാടുമ്പോൾ പറഞ്ഞാൽ ആ ശ്വാസം നമ്മൾ എടുക്കുന്നത്
അറിയത്തില്ല. ആ ശ്വാസം പോലും എടുക്കാതെ പാടി കലക്കി കളഞ്ഞില്ലെന്ന് പറയും. എന്താ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതർവൈസ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ചില മൊമെന്റ്സ് ഒക്കെ വാസ് റിയലി ബ്യൂട്ടിഫുൾ. താങ്ക് യു. വൈഷ്ണവി കുട്ടി എന്ത്? അടിപൊളിയായിരുന്നു, താങ്ക് യു. കേൾക്കാൻ നല്ല സുഖമായിരുന്നു. കാരണം ഇതിന്റെ ഫീല് നല്ലായിരുന്നു. പിന്നെ ടെക്നിക്കലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല നമുക്ക്, ബ്രീത്ത് എടുക്കുന്നതും. പിന്നെ ഈ പാട്ടിൽ ബ്രീത്ത് എടുക്കാൻ കുറേ സ്പേസ് വളരെ കുറവുള്ളൊരു പാട്ടാണ്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സംഗതികൾ ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടിലുള്ളതാണ്. ഓരോ വരികൾ കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം സുജാ ചേച്ചി പാടിയേക്കണത്, ജയേട്ടൻ പാടിയേക്കണതാണെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് മോള് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പക്ഷേ ഈ ബ്രീത്തിൻ്റെ ഈ O2-ൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് നോക്കണം. എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോർഷൻ തട്ടാൻ എന്നുള്ളത് മിഡിൽ പല്ലവി മോള് ഒറ്റ ബ്രീത്തിൽ പാടിയത്. അങ്ങനെ പാടി, അതറിഞ്ഞില്ല അല്ലേ പാടിയത്, അറിയാതെ അങ്ങോട്ട് പാടിപ്പോയി അല്ലേ, അത് നന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് മോളത് പാടി കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ ബ്രീത്തിൽ പാടിയിട്ടാ എന്ന് പറഞ്ഞൊരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പം തന്നെ ഹമ്മിങ്ങും ഉണ്ട് അല്ലേ, അത് മറന്നു പോകാൻ പോയി എന്ന് തോന്നണില്ലേ, എനിക്ക് തോന്നി. എന്തായാലും കുഴപ്പമില്ല അതും. പക്ഷെ ആ ഓൺ ദ സ്പോട്ടിൽ പെട്ടെന്ന് നമുക്കതൊരു ഓർമ്മ വരിക എന്നുള്ളത് ആ പാട്ടിൽ ഉള്ള ഇൻവോൾവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അത് മോൾ കൃത്യമായിട്ടത് ചെയ്തു. പിന്നെ വളരെ ഫീലാണ് ഇതിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത. അത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കിട്ടി. പിന്നെ ടെക്നിക്കിലുള്ള കാര്യങ്ങളൊക്കെ O2-ഉം അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മോൾ ഇനിയും ശ്രദ്ധിക്കണം. ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ബ്രീത്ത് എടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലേ, മൈക്ക് മൂവ് ചെയ്യേണ്ടത്, അതെല്ലാം ഭാവിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് മ്യൂസിക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ് മോൾ. എത്ര ഭംഗിയായിട്ട് പാടിയമ്മ. താങ്ക് യു മാം. ഒരു ഡ്യൂറ്റ് തനിച്ചു പാടുന്നതിൽ എത്ര ഹൈ പിച്ചില്, ഓ മൈ ഗോഡ്, പറയാൻ പറ്റത്തില്ല. മ്യൂസിക് ഡയറക്ഷൻ ആരംഭ വലിയ നമസ്കാരം, വളരെ നന്നായിരുന്നു ഡ്യൂറ്റ്. ഇത്ര ചെറിയ വയസ്സിലെ ഇത്ര ഭംഗിയായിട്ട് പാടിയുന്നത് ഞാൻ ആദ്യം കാണുന്നത്. ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു മാം. അപ്പൊ നമ്മുടെ എക്സലന്റ് സിംഗറിന് ഇടയ്ക്കിടയ്ക്ക് എന്തെടുക്കാൻ മറക്കരുത്, O2 എടുക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് അടിവരെ ഇട്ടുകൊണ്ട് You are great today is going to be a triple wow. Thank you. അപ്പൊ തട്ടാൻ പൂക്കുറ്റി വേണോ O2 പൂക്കുറ്റി വേണോ? O2. അടി ഒരു O2 തട്ടാൻ പൂക്കുറ്റി. Congratulations, you are awarded a triple wow. 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 Wow.